ധീമഹിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ 189 നാമമാണ് വിശദമായിട്ട് ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന നാമം 182 നിഷ്ക്രിയ എന്ന് പറയുന്ന നാമം. ഓം നിഷ്ക്രിയായേ നമഃ എന്ന് നമുക്ക് മന്ത്രരൂപത്തിൽ ജപിക്കാം. ഈ നിഷ്ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാത്തവൾ എന്നാണ്. ഒരു കാര്യങ്ങളും അനുഷ്ഠിക്കാത്തവൾ അല്ലെങ്കിൽ ചെയ്യാത്തവൾ, കർമ്മങ്ങൾ ഇല്ലാത്തവൾ. അതെങ്ങനെയാണ് സാധിക്കുക? ദേവി എല്ലാ കർമ്മങ്ങൾക്കും അധിപതിയാണല്ലോ. സർവകർമ്മങ്ങളും ദേവി അറിഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്. ഈ ഭൂലോകത്തിൽ നിന്ന് മാത്രമല്ല, സർവ്വലോകങ്ങളിലും സർവചരാചര പ്രപഞ്ചങ്ങളിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദേവി അറിഞ്ഞാണ് നടക്കുന്നത്. അപ്പം ആത്മസ്വരൂപിണിയായിട്ട് ദേവിക്ക് കർമ്മങ്ങളൊന്നും ബാധകമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളോ എന്ന് ചോദിച്ചേക്കാം. Somebody will ask you that question because she is the one who is responsible for creation, she is the one who is responsible for preservation, and she is also equally responsible for destruction. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് സർവചരാചരങ്ങൾക്കിടയിലുമുള്ള സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ തന്നെ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന ദേവിക്ക് കർമ്മങ്ങളില്ല, ക്രിയയില്ല, നിഷ്ക്രിയയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ എന്നാണ്. കാരണം അവരൊക്കെ കർമ്മങ്ങളാണല്ലോ. അപ്പോൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കർമ്മങ്ങളില്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പോൾ പിച്ചിപ്പൂവ് അല്ലെങ്കിൽ അതേപോലെയുള്ള നല്ല മണക്കുന്ന പൂക്കളൊക്കെ ഉണ്ട്. ആ പൂക്കൾ വിടർന്നു കഴിഞ്ഞാൽ മണം അങ്ങനെ പരന്ന് ഒഴുകും. മണം എന്ന് പറയുന്നത് ആ പൂവിൻ്റെ സഹജ സ്വഭാവമാണ്. എല്ലാ പൂക്കൾക്കും ആ സഹജ സ്വഭാവമുണ്ട്. അവിടെ പൂവിൻ്റേതായ ഒരു കർമ്മമൊന്നുമില്ല. അതായത് പൂ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മവും അവിടെ ഇല്ല. പക്ഷെങ്കിൽ പോലും പൂ വിരിയുന്നു എന്നുള്ള പ്രക്രിയയോടനുബന്ധമായിട്ട് മണം പരന്നൊഴുകുന്നു എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. അതേപോലെ തന്നെയാണ് സൃഷ്ടിയാദി കർമ്മങ്ങളും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ദേവി ഒരു ക്രിയയും ചെയ്യാത്തവളാണ്, നിഷ്ക്രിയയാണ് എന്ന് പറയുന്നത് എന്നർത്ഥം. അത്രമാത്രം സ്പോണ്ടേനിയസ് ആയിട്ട്, എഫേർട്ട്ലെസ് ആയിട്ട്, ഫ്ലോലെസ് ആയിട്ട് നടക്കുന്നു കാര്യങ്ങൾ. തിങ്സ് ആർ മൂവിങ് അറ്റ് എ വെരി വാട്ട് യു കോൾ ഒരു പെർഫെക്റ്റ് വേ. വളരെ ഇംപെക്കബിളായിട്ടുള്ള, ഫോൾട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നർത്ഥം. അവിടെ ദേവി ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. അവിടെ കർമ്മങ്ങൾ ദേവിക്ക് ഇല്ല. അതുകൊണ്ട് ദേവി നിഷ്ക്രിയയാണ് എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഈ ശ്രീശങ്കര ഭഗവത്പാദർ, അതായത് ആസേതു ഹിമവത് പര്യന്തം സഞ്ചരിച്ച് പിന്നെ അദ്വൈത ദർശനത്തിൻ്റെ അമൂല്യമായിട്ടുള്ള അന്തസത്ത വിതരണം ചെയ്ത മഹാഋഷി വര്യൻ, അല്ലേ, വലിയ മഹാമനീഷിയായിട്ടുള്ള ശ്രീ ശങ്കരൻ്റെ മനീഷാ പഞ്ചകത്തിൽ അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരുവൻ്റെ കർമ്മങ്ങളൊന്നും കർമ്മങ്ങളല്ല എന്നാണ്. കാരണം ഇത് അദ്ദേഹം വെറുതെ ഇരുന്ന് പറഞ്ഞൊന്നുമല്ല. അദ്ദേഹം സ്വാനുഭൂതിയോടെ പറഞ്ഞതാണ്. അദ്ദേഹം അത് മനസ്സിലാക്കി പറഞ്ഞതാണ്. നമ്മൾ പല സന്യാസിമാരും പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നതൊക്കെ ഇപ്പോൾ കേൾക്കാറുണ്ട്, യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർ പറയുന്നത് അവരുടെ സ്വന്തം അനുഭൂതിയിൽ നിന്ന് ഉളവായതാണോ എന്ന് നമുക്ക് സംശയം തോന്നും. അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരിക്കും, അത്രയ്ക്കും ചുരുക്കമായിരിക്കും എന്നർത്ഥം. പക്ഷേ ശ്രീശങ്കര ഭഗവത്പാദരെ പോലെയുള്ള എന്താ പറയുന്നത്, യോഗനിഷ്ഠനായിട്ടുള്ള യതിവര്യൻ അദ്ദേഹത്തിൻ്റെ സ്വാനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് വെളിവായ കാര്യമാണ് പറഞ്ഞത്. ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരുവൻ്റെ കർമ്മങ്ങളൊന്നും കർമ്മങ്ങളല്ല എന്നർത്ഥം. അപ്പോൾ അത് ഭഗവത്ഗീതയിലും അത് പറഞ്ഞിട്ടുണ്ട്. നയവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത്ത് എന്നാണ്. പശ്യൻ ശൃണ്വൻ സ്പർശൻ ജിഘ്രഷ്ണൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹണൻ നിമിഷൻ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്തേ ഇതി ധാരയൻ എന്ന് പറയുന്നുണ്ട്. എല്ലാം യോഗയുക്തനായിട്ടുള്ളൊരു തത്വജ്ഞൻ എന്ന് പറയുന്ന ആൾ ദർശിക്കുക, അതായത് കാണുക, കേൾക്കുക, തൊടുക അഥവാ സ്പർശിക്കുക, അതേപോലെ ഘ്രാണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുക, അതേപോലെ തന്നെ അശിക്കുക, ഗമിക്കുക, നിദ്ര ചെയ്യുക, ശ്വസിക്കുക, പ്രലപിക്കുക, വിസർജിക്കുക, കാര്യങ്ങൾ ഗ്രഹിക്കുക, ഉന്മീലനം ചെയ്യുക. ഉന്മീലനം എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ തുറക്കുക, ചക്ഷുരുന്മീലനം എന്ന് പറയുന്നത്, നിമീലനം ചെയ്യുക.
ഇതെല്ലാം നടത്തുമ്പോൾ എന്താണ്, ഇന്ദ്രിയാർത്ഥങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധം എന്ന മനനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതൊക്കെ തന്നെ ചെയ്യുന്നത് എന്നർത്ഥം. അല്ലെങ്കിൽ അദ്ദേഹം അത് വിചാരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വയത് എന്നാണ്. പശ്യൻ ശൃണ്വൻ സ്പർശൻ ജിഘ്രന്നശ്നൻ ഗച്ഛൻ സുവൻ ശ്വസൻ പ്രലപൻ വിസർജൻ ഗൃഹന്നുന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഗീതയിൽ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു, അനവധി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പിന്നെ ഇന്ദ്രിയാർത്ഥങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താനായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ദൃഢമായിട്ടുള്ള ബോധം അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു അവെയർനെസ്, വളരെ ഒരു ഉയർന്ന ബോധം അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളതർത്ഥം. അപ്പോൾ അതുകൊണ്ട് നിഷ്ക്രിയയാണ് ദേവി എന്നർത്ഥം. ദേവിയുടെ പൊസിഷൻ, ദേവിയുടെ സ്ഥാനമെന്നൊക്കെ പറയുന്നത് അത്യുന്നതമായ സ്ഥാനമാണ്. മനസ്സിലായില്ലേ? അതിനപ്പുറത്തൊന്നുമില്ല. എല്ലാത്തിനും മുകളിലാണെന്നർത്ഥം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ എന്താ പറയുന്നത്, പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്ന ദേവിയുടെ പൊസിഷൻ വളരെ വളരെ ഉയരെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ദ്രിയ നിഗ്രഹണത്തിനും അതേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ ഈ ഓം നിഷ്ക്രിയായൈ നമഃ എന്ന നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ടിരുന്നാൽ മതി. 182ാമത്തെ നാമം അതിവിശിഷ്ടമായിട്ടുള്ളൊരു നാമമാണ്. ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ 183ാമത്തെ നിഷ്പരിഗ്രഹ എന്ന് പറയുന്ന നാമം നമ്മൾ കൂടുതൽ വിശദമായിട്ട് വിശകലനം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം.